തൃശൂർ പുതുക്കാട് സിഗ്നലിന് സമീപം പിക്കപ്പ് ഇടിച്ച ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ച സംഭവത്തിൽ ആരോപണവുമായി കുടുംബം. റോഡിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് പട്ടാമ്പി സ്വദേശിയായ 22-കാരൻ റിജാസ് ഓടിച്ചിരുന്ന ബൈക്കിൽ പിക്കപ്പ് വാൻ മനഃപൂർവ്വം ഇടിച്ച് കൊലപ്പെടുത്തുകയെന്നതാണ് ബന്ധുക്കളുടെ പരാതി. അപകടത്തിന് ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദേശീയപാതയിൽ പുതുക്കാട് സിഗ്നലിന് സമീപം പിക്കപ്പ് വാൻ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. പിറകിലൂടെ അമിത വേഗതയിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ ഓടിച്ചിരുന്ന പിക്കപ്പ് ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപകടത്തിൽ മരിച്ച പട്ടാമ്പി തിരുമിറ്റിക്കോട് സ്വദേശി റിജാസും പിക്കപ്പ് വാനിലുണ്ടായിരുന്നവരും തമ്മിൽ ചാലക്കുടിയിൽ വെച്ച് തർക്കം ഉണ്ടായിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത് നമുക്ക് പരാതി കൊടുക്കാനുള്ളത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ ഒരു നിസ്സാര കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ പുറകുന്ന ഇടിച്ചിട്ടുള്ളത്, ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. കൊല്ലാൻ ശ്രമിച്ചല്ല, കൊന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊടുക്കണത്. സംഭവത്തിൽ റിജാസ് തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പാലക്കാട് സ്വദേശിനി ഗ്രീഷ്മ പരിക്കിൽ നിന്ന് മോചിതയായ ശേഷം ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് പിക്കപ്പ് തിരിച്ചറിഞ്ഞത്. അപകട സമയത്ത് പിക്കപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസിന് വിവരമുണ്ടെന്നും റിജാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു. നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പുതുക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. ജനം, തൃശൂർ.